ജീവിതത്തിൽ ശരിയായതും തുല്യവുമായ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം പലർക്കും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ വിഷയമാണ്. പലപ്പോഴും നമ്മൾ എടുത്ത ഒരു ചെറിയ തീരുമാനം പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെ പോലും മാറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില അവസരങ്ങളിൽ ഒരു അതെ, യെസ് എന്ന് പറയുന്നത് നമ്മളെ അവിടെ ഉയർത്തുന്ന കാര്യമാണ്. അതേസമയം ഒരു നോ, ഇല്ല എന്ന് പറയുന്ന ഒരു വാക്ക് ചില അവസരങ്ങളിൽ നമ്മളെ രക്ഷിക്കും. ചിലപ്പോൾ ഒരു താമസം വരുന്നത് നമ്മളെ രക്ഷിച്ചേക്കാം. ചിലപ്പോൾ ഒരു ധൈര്യമായ ചുവടുവയ്പ് തീരുമാനം നമ്മളെ പുതിയ ഒരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ തീരുമാനം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല. കാരണം ശരിയായ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ആത്മീയ അഭ്യാസം പോലെയാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: തീരുമാനം എടുക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ അധികവും ശാന്തരല്ല. ദേഷ്യമുണ്ടാവാം, വിഷമമുണ്ടാവാം, നിരാശയുണ്ടാവാം, അമർഷമുണ്ടാവാം, കുറ്റബോധമുണ്ടാവാം. ഇതിലേതെങ്കിലും ഒരു വികാരം നമ്മളെ തള്ളിക്കൊണ്ടിരിക്കും. ആ വികാരത്തിൻ്റെ ചൂടിലാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്പോൾ ഞാനൊന്ന് കാത്തിരുന്നെങ്കിൽ എന്ന് തോന്നും. അതിനാൽ ഏറ്റവും വലിയ നിയമം വികാരങ്ങളുടെ ആ ഒരു വേലിയേറ്റത്തിൻ്റെ ഇടയിൽ ആ ചൂടിൽ തീരുമാനം എടുക്കരുത്. ഇപ്പോൾ കോപമുണ്ടെങ്കിൽ കുറച്ച് സമയം മാറി നിൽക്കുക. ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കരഞ്ഞു തീർക്കുക. ഭയമുണ്ടെങ്കിൽ അതിനെ ഒന്ന് അംഗീകരിക്കുക. മനസ്സ് അല്പം സമാധാനത്തിലാകുമ്പോഴാണ് ഒരു വ്യക്തതയുണ്ടാകുന്നത്. സമാധാനമുള്ള മനസ്സാണ് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ഭയത്തിൽ നിന്നാണ് തീരുമാനമെടുക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്തു പറയും? ഇത് വിട്ടുപോയാൽ ഞാൻ പിന്നിലേക്കാകുമല്ലോ. അവൾ അല്ലെങ്കിൽ അവൻ എന്നെ ഉപേക്ഷിച്ചാൽ എന്താകും? ഇങ്ങനെയുള്ള ഭയം നമ്മളെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഭയത്തിൽ നിന്ന് എടുത്ത തീരുമാനം കൂടുതലും നമ്മളെ പിന്നീട് കൂടുതൽ ഭയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മൂല്യങ്ങളിൽ നിന്ന് എടുത്ത തീരുമാനം മാത്രം ദീർഘകാലം നിലനിൽക്കും. നിങ്ങളുടെ ഉള്ളിലെ സത്യസന്ധത, നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ ആത്മാഭിമാനം ഇവയെല്ലാം മാനിക്കുന്ന തീരുമാനമാണ് ശരിയായത്. ഈ പുറത്തെ ലോകം താൽക്കാലികമായി കൈയടിക്കും, പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഉള്ളിലെ മനസ്സ് സമ്മതിച്ചില്ല എങ്കിൽ ആ തീരുമാനം നിങ്ങളെ ഒരിക്കലും സന്തോഷിപ്പിക്കില്ല. മറ്റാർക്കോ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കതൊരു ഭാരമായിരിക്കും. ഇനി മറ്റൊരു വലിയ കാര്യം: ഉടനടി കിട്ടുന്ന ലാഭം, ദീർഘകാലത്തെ ഫലം. ചില തീരുമാനങ്ങൾ ഉടനെ സന്തോഷം തരാം, പക്ഷേ പിന്നീട് വേദനയുണ്ടാവും. ചിലത് ഉടനെ കഠിനമാകും, പക്ഷെ പിന്നീട് വലിയ അനുഗ്രഹമായിട്ട് മാറുമത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, ഇന്ന് ഞാൻ ഈ എടുക്കുന്ന തീരുമാനം 5 വർഷത്തിന് ശേഷം എനിക്ക് നന്മയുണ്ടാകുമോ? ഒരു നല്ല ടെസ്റ്റുണ്ട്. നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം മനസ്സിൽ വെച്ച് ഒരു ദിവസം മുഴുവനും നിശബ്ദമായിരിക്കുക. ആരോടും പറയരുത്. ഉള്ളിൽ അത് വെച്ചുകൊണ്ട് നടക്കുക. ആ തീരുമാനം നിങ്ങളെ ഉള്ളിൽ ശാന്തരാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളിലേക്ക് ആശങ്ക വളർത്തുകയാണോ? ഉള്ളിലെ ശാന്തതയാണെങ്കിൽ ഏറ്റവും വലിയ നല്ല സൂചന അതാണ്. ആ തീരുമാനം നിങ്ങളെ രക്ഷിക്കുന്നതാണ്. മറ്റുള്ളവരോട് ചോദിക്കുന്നത് തെറ്റല്ല. ഈ ഉപദേശം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാം. പക്ഷേ ഒടുവിൽ ജീവിക്കുന്നത് നിങ്ങളാണെന്ന് മറക്കരുത്. ഫലം അനുഭവിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാം, പക്ഷേ അവസാന ഉത്തരവാദിത്വം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ മറക്കരുത്. ഇനിയും ഒരു കാര്യം: എല്ലാത്തിനും 100% ഉറപ്പ് കിട്ടിയ ശേഷം മാത്രമാണ് തീരുമാനം എടുക്കാം എന്ന് നിങ്ങൾ കരുതുന്നതെങ്കിൽ ജീവിതം മുഴുവനും ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. വ്യക്തത എല്ലായ്പ്പോഴും മുൻകൂട്ടി വരണമെന്നൊന്നുമില്ല. പലപ്പോഴും ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആ വഴിയിൽ നടക്കുമ്പോഴാണ് അത് വ്യക്തത തരുന്നത്. ഒരു തെറ്റായ തീരുമാനം എന്നൊന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ തെറ്റ് വരും, തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിക്കും. പക്ഷേ ഓരോ തെറ്റും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തോറ്റാൽ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഞാനത് അവിടെ പരാജയപ്പെട്ടു പോയല്ലോ എന്നോർത്ത് പേടിക്കേണ്ട. ഭയന്നുകൊണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മളവിടെ സ്റ്റോപ്പ് ആകരുത്. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന പോലെ ഉള്ളിൽ പറയണം: എനിക്ക് യഥാർത്ഥത്തിൽ നല്ലതായതിലേക്കാണ് എന്നെ നയിക്കേണ്ടത്.
അല്ലെങ്കിൽ എനിക്കിത് വേണം, ഇത് മാത്രമേ എനിക്ക് നടക്കാവൂ എന്നല്ല പറയേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവനാകണമെന്നൊന്നുമില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിയോടുള്ള ഒരു സംഭാഷണം മാത്രമാണ്. അതിന് ജാതി മതം ഒന്നുമില്ല. ഈ ജീവിതം പലവട്ടം നമ്മളെ പരീക്ഷിക്കും. ചിലപ്പോൾ രണ്ട് നല്ല കാര്യങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കേണ്ടി വരും. ചിലപ്പോൾ രണ്ട് മോശം കാര്യങ്ങളിൽ കുറവുള്ളത് ഏതാണെന്ന് നോക്കി അത് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പൂർണ്ണമായും ശരിയായ തീരുമാനം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ബോധം അനുസരിച്ചെടുത്ത ഏറ്റവും സത്യസന്ധമായ തീരുമാനം തന്നെയാണ് ശരിയായത്. നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിനെക്കുറിച്ച് നിരന്തരം കുറ്റബോധത്തിൽ ജീവിക്കേണ്ടതില്ല. അത് എടുത്ത നിമിഷത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ബോധമനുസരിച്ചാണ് അത് എടുത്തത്. പിന്നീട് കൂടുതൽ അറിവ് വന്നാൽ നിങ്ങൾ മാറും. അതാണ് വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ തുല്യമായ ഒരു തീരുമാനം എടുക്കുക എന്നത് പുറത്തുള്ള ഒരു കണക്കുകൂട്ടലുകളും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഉള്ളിലെ സമത്വമാണ്. നിങ്ങൾ നിങ്ങളെ കേൾക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭയവും ആഗ്രഹവും വേർതിരിച്ച് കാണാൻ പഠിച്ചാൽ, നിങ്ങളുടെ മൂല്യങ്ങളെ മാനിക്കാൻ പഠിച്ചാൽ, തീരുമാനങ്ങൾ സ്വാഭാവികമായി ശരിയായ ദിശയിലേക്ക് പോകും. ഓവർ തിങ്കിങ് എന്നൊരു ശത്രുവുണ്ട് എപ്പോഴും നമ്മളുടെ കൂടെ. ഒരേ കാര്യം 100 പ്രാവശ്യം ചിന്തിച്ചാലും പുതിയ ഉത്തരങ്ങളൊന്നും ലഭിക്കില്ല. ഒരു ഘട്ടത്തിൽ നിർത്തണം, അതവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം. അപ്പോൾ അതിലേക്കുള്ള വസ്തുതകളെ നോക്കുക. ആ ഹൃദയത്തിൽ നമ്മളതൊന്ന് പരിശോധിക്കുക. അതിനുശേഷം ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ജീവിതം ഒരു പരീക്ഷയല്ല കൂട്ടുകാരെ. ഓരോ തീരുമാനങ്ങളും പൂർണ്ണ മാർക്ക് നേടാനുള്ള ശ്രമം ആവശ്യമില്ല അതിന്. അതൊരു യാത്രയാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളെ കൂടുതൽ പക്വനാക്കുന്നതാണ്, കൂടുതൽ ജാഗ്രതയുള്ളതാക്കുന്നവനാണ്. അപ്പോൾ ഞാനൊരു സത്യം പറഞ്ഞാൽ, ശരിയായ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ എടുത്ത നിമിഷത്തിൽ തന്നെ ശരിയാണെന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അതിന് ഒരു പ്രതിബദ്ധത കാണിച്ചാൽ, അതിന് പരിശ്രമിച്ചാൽ, അതിനെ വിജയമാക്കാൻ തയ്യാറായാൽ ആ തീരുമാനം ശരിയായുള്ളതായി തീരും. അപ്പോൾ ഈ പ്രപഞ്ചശക്തിയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കാതെ ജീവിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ശാന്തതയെ മാനിക്കുക. ഭയത്തെ തിരിച്ചറിയുക. മൂല്യങ്ങളെ പിടിച്ചു നിർത്തുക. പിന്നെ ധൈര്യമായിട്ട് ഒരു ചുവട് വയ്ക്കുക. ജീവിതം നിങ്ങളെ കൈപിടിച്ച് നടത്തും. ഈ പ്രപഞ്ചമൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾക്ക് പൂർണ്ണമായ വ്യക്തത ലഭിക്കണമെന്നില്ല. പക്ഷെ ഒരു ചെറിയ ഉള്ളുറപ്പ് ലഭിക്കും നമ്മൾക്ക്. ഭയം അല്പം കുറയും, ഹൃദയം അല്പം വിശാലമാകും. അതാണ് സൂചന. ഈ പ്രപഞ്ചം വാതിൽ മുഴുവൻ തുറക്കുന്നതിന് മുൻപ് ആദ്യം നമ്മുടെ ഉള്ളിലെ ഭയത്തെയാണ് അടയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായൊരു കാര്യമാണ്. കണ്ണുകൾ അടയ്ക്കുക, ഒരു ദീർഘനിശ്വാസം എടുക്കുക, മന്ദമായി പുറത്തേക്ക് വിടുക. ഇനി ഉള്ളിൽ ശാന്തമായിട്ട് പറയുക, എനിക്ക് യഥാർത്ഥത്തിൽ നല്ലത് നടക്കട്ടെ, എൻ്റെ അഹങ്കാരം മാറട്ടെ, എൻ്റെ ഭയം ഇല്ലാതാകട്ടെ, എൻ്റെ വഴി വ്യക്തമായി കാണിക്കുക. ശബ്ദം ഉയർത്തേണ്ടതൊന്നുമില്ല, ആരോടും പറയേണ്ടതില്ല, ഉള്ളിൽ സംസാരിക്കുക. ഭഗവാൻ മഹാദേവൻ പ്രപഞ്ചസാക്ഷിയായി നിൽക്കുന്നുവെന്ന് അനുഭവിക്കുക. ധ്യാനത്തിലുള്ള ശിവനെ ഓർക്ക്. ചലനമില്ലാത്ത ആ സമത്വം, ശാന്തമായ ആ ശക്തി, ഉള്ളിലെ സാക്ഷി. ആ ശാന്തത നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ പുറത്തേക്ക് തിരിയേണ്ടതൊന്നുമില്ല. നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതല്ല പ്രാധാന്യം, ശരിയായ ബോധത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ് പ്രാധാന്യം. നിങ്ങൾ ഭയത്തിൽ നിന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ജീവിതം വീണ്ടും നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ബോധത്തിൽ നിന്ന് തീരുമാനമെടുത്താൽ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തെറ്റിപ്പോകുന്നുമില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തീരുമാനവും നിങ്ങളെ കൂടുതൽ ജാഗ്രതയിലേക്ക് നയിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആ ദിവസം ഞാൻ എടുത്ത ആ ധൈര്യമായ തീരുമാനം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദിശയെ മാറ്റിക്കഴിഞ്ഞ ഒരു നിമിഷമെന്ന്. അതുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ താമസിക്കേണ്ട, അധികം ചിന്തിച്ച് നിങ്ങൾ സ്വയം ഒരു സ്റ്റോപ്പായിട്ട് നിൽക്കേണ്ട. ശാന്തതയിൽ നിൽക്ക്, സത്യത്തിൽ നിൽക്ക്, സമർപ്പണത്തിൽ നിൽക്ക്. പിന്നെ ധൈര്യമായി ഒരു ചുവട് വയ്ക്കുക. ഒരിക്കലും ഈ പ്രപഞ്ചം നിങ്ങളെ കൈവിടില്ല. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.